വിചാരിച്ചതുപോലെ ഒന്നും നടക്കാത്തതിന്റെ വിഷമാണല്ലേ? വിഷമിക്കണ്ട, സിദ്ധു ഒന്ന് കൂടെ നിന്ന് തന്നാ മതി. ഒക്കെ ഞാനും നന്ദനും ദേവികയും കൂടി നോക്കിക്കൊള്ളാം. പോരെ? സമ്മതമല്ലേ സിദ്ധു? എന്നാ ഞാൻ പോയി ഒരു ജ്യൂസ് എടുത്തിട്ട് വരാം. ജീവിതത്തിൽ എന്റെ ചേച്ചിക്ക് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. വിഷമവും തകർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നന്ദൻ അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാവുന്നതല്ലേ. എന്റെ ചേച്ചി ഒരു പാവ. അവിടെ ഞങ്ങളുടെ വീട്ടിലും എല്ലാത്തിനിടയിൽപ്പെട്ട് ഇതുവരെ കരഞ്ഞു തീർക്കായിരുന്നു. ഏയ് എന്താ ചേച്ചി ഇനിയും കരയിടയാവരുതെന്ന് ഗിരീഷേട്ടനോട് പറയുന്ന തെറ്റാണെന്നറിയാം. എന്നാലും എനിക്കറിയാം, ഒരുപാട് വൈകിയെങ്കിലും ഇത്രയും നന്മയുള്ള സ്നേഹമുള്ള ഒരുപാട് ഇഷ്ടപ്പെട്ട ആളോടൊപ്പമാണ് ചേച്ചിയുടെ ജീവിതം തുടങ്ങുന്നത്. ചേച്ചിയുടെ ഭാഗത്തുനിന്ന് എന്തേലും തെറ്റുപറ്റിയാലും ക്ഷമിച്ചു കൊടുത്തേക്കണേ ഗിരീഷേട്ടാ. എന്റെ ചേച്ചി. എടാ, നീ പറയുന്നതൊക്കെ നിന്റെ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒട്ടും വിഷമിക്കണ്ട. എന്റേതായ കാരണം കൊണ്ട് രജനി ഒരിക്കലും കരയില്ല. അതുപോലെ അത് മതി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയമ്മേ. ഗിരീഷേട്ടാ, നന്ദു പറഞ്ഞതൊന്നും ഗിരീഷേട്ടനോ അമ്മയോ രജനി ചേച്ചി ഏതെങ്കിലും വിധത്തിൽ വിഷമിപ്പിക്കുമെന്ന് ഓർത്തിട്ടൊന്നും അല്ല. ഞങ്ങളുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കുമ്പോഴും നന്ദുവിന്റെ മനസ്സിൽ രജനി ചേച്ചിയുടെ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈ വിവാഹം നന്ദു അച്ഛനും ഒക്കെ വലിയ പ്രതീക്ഷയോടെ സ്വപ്നം കണ്ടിരുന്നത്. കൂടപ്പിറപ്പിനെ ഇങ്ങനെ സ്നേഹിക്കുന്ന നന്ദു ഗിരീഷേട്ടനെ വിഷമിപ്പിച്ചോ? ഏയ്, ഇങ്ങനെ കളങ്കമില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്നവരല്ലേ ദേവികയെ നമ്മുടെ കൂടെ വേണ്ടത്. ഒരർത്ഥത്തിൽ താനും ഞാനൊക്കെ ഭാഗ്യം ചെയ്തവരാ. നിങ്ങൾ ചെല്ല. അമ്മേ. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.